ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SLR ഡോട്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടൊരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടുകാരൻ ഒരു നോട്ട് അയച്ചു തരിക, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരിക. അത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മളത് കീബോർഡിലേക്ക് ടൈപ്പ് ചെയ്ത്, എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ കീബോർഡിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ കുറേ സമയം പിടിക്കും. അതിന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിനകത്തുള്ള ഇംഗ്ലീഷിലുള്ള എല്ലാ വേർഡ്സും നമുക്കങ്ങ് കോപ്പി ചെയ്ത് നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് ആക്കാൻ പറ്റും. അതിന് പറ്റിയൊരു പൊളി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വേഗം കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. വീഡിയോ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, കമൻറ്റ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് താഴെ കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ആദ്യമായിട്ട് ഓപ്പൺ ആകുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ലോഡാകും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫോട്ടോയും എടുക്കാം, ഉള്ള ഫോട്ടോ ലോഡാക്കുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇവിടെ ശേഷം ഈ കണ്ടിന്യൂ ബട്ടൺ അങ്ങ് അമർത്തുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഭാഗം, ഇപ്പം ഒരു വാക്കാണെങ്കിലോ ഒരു പാരഗ്രാഫ് ആണെങ്കിലോ ഒരു പേജ് ആണെങ്കിലോ ആവശ്യമായിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ അക്ഷരത്തെറ്റൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ക്ലാരിറ്റി കുറവുള്ള ഫോട്ടോയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിലെ ഒരു 1-2 അക്ഷരങ്ങളൊക്കെ തെറ്റുണ്ടാവും. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും. ശേഷം അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഡണ്ണ് കൊടുക്കുക. ശേഷം ഒന്നിങ്ങനെ ലോഡായി വരും, ഒന്ന് പ്രോസസ്സായി വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് 100 കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാണുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തേക്കുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയാണോ ഷെയർ ചെയ്യാനുള്ളത് ആ ഒരു ഓപ്ഷനിൽ കയറി ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവന് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അവിടെ ഇവിടെ അക്ഷരത്തെറ്റുണ്ട്, കാരണം അതിന് ചെറിയൊരു മിസ്റ്റേക്ക്, ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ്.